വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കുറച്ച് നേരം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ദൈവം വിവാഹം നിയമിച്ചത്? എന്തുകൊണ്ടാണ് വിവാഹം മാന്യവും എല്ലാവർക്കും കാംക്ഷിക്കാവുന്നതുമായിരിക്കുന്നത്? ക്രിസ്ത്യ വിവാഹത്തിന് മറ്റു വിവാഹങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഈ വിവാഹ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന വിശുദ്ധീകരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട അനേകം വിഷയങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എങ്കിലും നമ്മുടെ മുൻപിലുള്ള സമയത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വളരെ വേഗം ഈ വിഷയങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒട്ടും സമയം അധികം എടുക്കുകയില്ല. എന്തുകൊണ്ടാണ് വിവാഹം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ദൈവം വിവാഹത്തെ സ്ഥാപിച്ചത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ച ശേഷം ആദമിനെ നോക്കുമ്പോൾ ആദം ഒറ്റയ്ക്കിരിക്കുന്ന നല്ലതല്ല എന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് ആദമിനൊരു തുണയായിട്ടാണ് ദൈവം ഹവ്വയെ കൊടുത്തത് എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ പലപ്പോഴും ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദമിന് ഹവ്വയെ കൊടുക്കാതിരിക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്നാണ്. കാരണം ഹവ്വയെ കിട്ടിയ ശേഷമാണ് ആദം പാപം ചെയ്തത്. ഹവ്വയെ കിട്ടുന്നതിന് മുമ്പ് ആദം ഒരുവിധം സമാധാനമായി മര്യാദയ്ക്ക് ജീവിച്ചിരുന്നു എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പം പാപം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഒരു കൂട്ടാളിയെ ദൈവം തരുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും ആദമിൻ്റെ കാര്യത്തിൽ തിരിച്ചായിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ദിവസം ആലോചിച്ചു, എന്താണ് ഈ ആദം ഒറ്റയ്ക്കിരുന്നുള്ള കുഴപ്പം? ഇപ്പം ഒന്നു ചേർന്നപ്പോഴാണ് നമ്മൾ നോക്കുമ്പം കുഴപ്പമുണ്ടായതെങ്കിലും ദൈവം നോക്കിയപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് തന്നെയാണ് കുഴപ്പം. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ബന്ധമുണ്ട്. ദൈവം നമ്മോട് സ്നേഹത്തോടെ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ആദമിനോട് സ്നേഹമുണ്ട്. ആദമിന് മേൽ ദൈവത്തിൻ്റെ ജീവശ്വാസമുണ്ട്. സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായ പദവിയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അത്രയും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ആദം, ദൈവത്തെ അറിയുന്ന ആദം, ദൈവത്തെ അറിയുന്ന ഈ ആദമിന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ പങ്കുവെക്കുവാൻ ഒരാളെ ആവശ്യമാണ്. നമുക്കറിയാം, പല ആൾക്കാരും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ, വെളിയിലുള്ള ഈ ഗൗരവം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. സ്നേഹം എന്ന വാക്ക് തന്നെ അത് എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കൊടുക്കാതെ ആ സ്നേഹം ഉണ്ട് എന്ന് ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല സ്നേഹം എന്ന് പറയുന്നത്. ഈ പലപ്പോഴും ഹൃദയത്തിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്നതൊക്കെ ഒരർത്ഥത്തിൽ വെറുതെ ആകാനാണ് സാധ്യത. കാരണം പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പം ദൈവം ആദമിന് കൊടുക്കുന്ന കൂട്ടായ്മ ആരോടുള്ള കൂട്ടായ്മയാണെന്ന് അറിയാമോ? ആ ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച് അവൻ്റെ ജീവശ്വാസം ഊതിയ ഒരാളോടുള്ള കൂട്ടായ്മയാണ്. അങ്ങനെയുള്ള ആദം പോയി ഒരു പക്ഷിയോ മൃഗത്തോടോ കൂട്ടുകൂടിയാൽ ഈ കൂട്ടായ്മ പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ശരിക്കും ആദമിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള, ദൈവവുമായിട്ട് ഇടപെടാൻ പറ്റുന്ന ആത്മാവുള്ള ഒരു കൂട്ടാളി തന്നെ വേണമായിരുന്നു. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു പങ്കുവെക്കലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സഭയുള്ളത്, അതുകൊണ്ടാണ് കുടുംബങ്ങളുള്ളത്. നമ്മൾ ശരിക്കും കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയാണ് ദൈവം മഹത്വപ്പെടുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവം സ്നേഹമാണെന്ന് നമുക്കറിയാം. ഈ സ്നേഹം പങ്കുവെക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. ഇപ്പം ദൈവം അവൻ്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അവൻ്റെ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയും കൂടിയാണ് വിവാഹത്തെ നിശ്ചയിച്ചത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വിവാഹം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഇപ്പം നിങ്ങൾ ഇത്തിരി മുമ്പ് ഈ വധുവിനെയും വരനെയും കുറിച്ച് സെബാസ്റ്റ്യൻ പാസ്റ്റർ പറയും, നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾ വിചാരിച്ചാണ് എത്ര സൗമ്യരും എത്ര താഴ്മയുള്ളവരും എത്ര നല്ലവരുമായ വധുവും വരനുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. നമ്മുടെ മുമ്പിൽ അവരങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ക്ഷമ എവിടെയാണ് പൊട്ടുന്നതെന്ന് ഇനി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാനുള്ളൊരു അവസരമാണ്. കാരണം ഇപ്പം നമ്മളാരും അവരെ അത്രയും പരീക്ഷിക്കുന്നില്ല. എവിടെ വരെയാണ് ഇവരുടെ ക്ഷമയുള്ളത്, എവിടെയാണ് ഈ സ്വഭാവമല്ലാതെ വേറൊരു സ്വഭാവം വെളി വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെല്ലാം നമുക്കറിയാൻ വയ്യാത്ത ഒരു ദേഷ്യം വരുന്നൊരു സാധനമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും വെളി വരാറില്ല. അത് വെളിയിൽ വരണമെങ്കിൽ അത്ര ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യപ്പെടണം. ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചില ആൾക്കാർ വളരെ പ്രൊവോക്ഡ് ആയാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പം തീർച്ചയായിട്ടും ഒരു പ്രൊവോക്ക് ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ ഇരുന്ന ഈ പിള്ളേർ വിചാരിക്കായിരിക്കും, ഇത്രയും സൗമ്യമായ ഒരു ഭാര്യ എനിക്ക് കിട്ടിയല്ലോ, ഇത്രയും
നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊക്കെ ഇവർ ഇവിടുന്ന് ആശ്വസിച്ചാലും മനുഷ്യനായതുകൊണ്ട് കുറേ കഴിയുമ്പോൾ ഇവരുടെ ഒറിജിനൽ അകത്ത് ആരെയും കാണിക്കാതെ ഇവർ വെച്ചുകൊണ്ടിരുന്ന ഈ ദേഷ്യം എവിടെ നിന്നാണ് വരുന്നത്, എപ്പോഴാണ് സോളമൻ ദേഷ്യപ്പെടുന്നതെന്നും മെർലിൻ ദേഷ്യപ്പെടുന്നതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഈ പാസ്റ്റർക്കൊന്നും ആരെയും മനസ്സിലാവില്ല എന്ന് ചിലപ്പം ചിന്തിച്ചെന്ന് വരാം. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ എല്ലാ ഉള്ളിൽ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ഞാനുണ്ട്. നിങ്ങളത് ആരുടെ മുമ്പിൽ വെളിപ്പെടുത്താത്ത ഒരു ഞാൻ. ഇപ്പം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ചിന്തകളും വെളിയിലുള്ള ഒരാൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ, അത് നമ്മുടെ അയൽവക്കക്കാർക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മളെ നാട്ടിൽ പോലും നിർത്തുകയില്ല. അത് നമ്മളെല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കും. പേരൻസിന് നമ്മളെ പൂർണ്ണമായിട്ട് അറിയത്തില്ല. പല ആൾക്കാരും വിചാരിക്കും ഞാൻ വളരെ നല്ല മനുഷ്യനാണെന്നാണ്. എൻ്റെ ഭാര്യ ഇന്ന് വന്നിട്ടില്ല, വരുമായിരുന്നെങ്കിൽ ഭാര്യയോട് ചോദിക്കായിരുന്നു ഇയാൾ എങ്ങനെയുണ്ട്. അപ്പം നിങ്ങളെക്കാളൊക്കെ എന്നെ അറിയാവുന്നത് എൻ്റെ ഭാര്യയ്ക്കാണ്. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാൻ വയ്യാത്തൊരു ഞാനുണ്ടാകാം, എനിക്ക് പോലും അറിയാൻ വയ്യാത്തൊരു ഞാനുണ്ട്. കർത്താവിന് മാത്രം അറിയാം എൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ചിന്തനങ്ങളും ഹൃദയത്തിൻ്റെ പോക്കും ഡയറക്ഷൻ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ കർത്താവ് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരിക്കും, ഇവനെ നേരെയാക്കാൻ ഇയാളെ ആവശ്യമാണ്. ഇതാണ് ഇവനെ നേരെയാക്കാൻ പറ്റിയ ആള്. സ്നേഹം പഠിപ്പിക്കാൻ, ക്ഷമ പഠിപ്പിക്കാൻ, കരുണ പഠിപ്പിക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരാളാക്കി മാറ്റുവാൻ ഈ ആള് കൂടെ ചെന്നാലേ സാധിക്കുകയുള്ളൂ എന്ന് ദൈവം കണ്ടെത്തുന്നതാണ് ഈ പുതിയ നിയമത്തിലെ വിവാഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പലരും ചിന്തിക്കുമായിരിക്കും, എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു വിവാഹം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് കർത്താവ് പറയുന്നത് അയാളെ നന്നാക്കാൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല ദൈവം എന്നുള്ളതാണ്. ക്ഷമ ഇല്ലാത്ത ഒരാളെ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഒരാളെ കൂടെ വിടുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ രാവിലെ 10 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ 11 റെഡി ആവാതിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ചോദിക്കും. അപ്പോൾ സൗമ്യത പഠിക്കും, മിണ്ടാതിരിക്കുക, ക്ഷമ പഠിക്കുക. ഇത് നമ്മൾ പഠിക്കേണ്ടതായി വരും. നമ്മൾ ഏതെങ്കിലും ബലഹീനതകൾ നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഇത് കണ്ടെത്താനും അത് മറയ്ക്കാനും അത് വിശദീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുവാനും ഒക്കെ വേണ്ടിയാണ് ഒരാളെ പൂർണ്ണ അധികാരത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടത്തിവിടുന്നത്. അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത അധികാരം, എനിക്ക് പോലും എൻ്റെ മേലില്ലാത്ത അധികാരം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മേലുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് കോർണറിലും ഭാര്യയ്ക്ക് കയറി ചെല്ലാം. ആ ആളെ അടിമുടി. പക്ഷെ ഇന്ന് നമുക്കറിയാം പിള്ളേരെല്ലാം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. നിങ്ങൾക്കറിയാം ഇന്നത്തെ പിള്ളേർ ഒരു റൂമിനകത്ത് മൊബൈൽ ഫോണായിട്ട് കയറി കഴിഞ്ഞാൽ അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് കസിൻസായി, സഹോദരങ്ങളായി, വർത്താനമായി, കഥകളായി, വല്യമ്മമാരും വല്യപ്പന്മാരും വരുവാണെങ്കിൽ അവരുടെ പഴയ കഥകൾ, അല്ലെ, കുറുക്കൻ രാജാവായ കഥയോ നീലക്കുറുക്കൻ വെള്ളത്തിൽ ചാടിയ കഥ, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. കഥ പറച്ചിലുണ്ട്, ഒന്നിച്ച് കളിക്കലുണ്ട്, സാറ്റ് കളി, ഇതൊക്കെ പണ്ട് ഞാൻ രാജാക്കാടുകാരനാണ് ബേസിക്കലി. അപ്പം എനിക്ക് കളികളൊക്കെ ഓർമ്മയുണ്ട്, നാട്ടിൻപുറത്തെ കളികളെല്ലാം. പക്ഷെ ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കഥ പറയാൻ തുടങ്ങുമ്പോൾ അതിനേക്കാളും ഭയങ്കര കഥകൾ ടി വിയിൽ കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന ആളുടെ അടുത്ത് നീലക്കുറുക്കനുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് മാതാപിതാക്കളോടുള്ള ബന്ധം വളരെ കുറവാണ്. ഗ്രാൻഡ് പേരൻസിനോട് യാതൊരു ബന്ധവുമില്ല. കാരണം അവർ തമ്മിൽ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ കുടുംബങ്ങൾ സ്വതന്ത്രമായി, അവരെ പ്രൈവറ്റായി, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അവനെന്തിന് ഇടപെടുന്നു എന്നുള്ളതായി. പിന്നെ പതുക്കെ പതുക്കെ പിള്ളേര് പ്രൈവറ്റായി. പിള്ളേർക്കൊരു പ്രൈവറ്റ് റൂമും ഒരു പ്രൈവറ്റ് സ്ക്രീനും കിട്ടി. നേരത്തെ ടി വി ആയിരുന്നു. ടി വി പാവമാണെന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ച് ടി വി എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരുടെയും പോക്കറ്റിലൊരു സ്ക്രീൻ കൊടുത്തു വിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ, രഹസ്യമായിട്ട് കണ്ടോ. ആ ലോകത്തേക്ക് ഇവർ ആരെയും കയറ്റത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്കൊരു പ്രൈവസി ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ, എൻ്റെ പ്രൈവസിയിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? മാതാപിതാക്കളോട് പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവർ സ്വതന്ത്രരായും ആരും ചോദ്യം ചെയ്യപ്പെടാത്തവരുമായും മാറാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ആർക്കും വേണ്ട. ഇന്ന് വിവാഹത്തിനകത്ത് പോലും ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. അവരവർക്ക് അവരവരുടെ സ്പേസ്. എനിക്ക് എൻ്റെ ലോകം, നിനക്ക് നിൻ്റെ ലോകം. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഈ ഇൻഡിവിജ്വലിസം, അതായത് ഒരു വ്യക്തി മാത്രം പ്രധാനമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്വാർത്ഥമായ, ആരെയും നമുക്ക് ആവശ്യമില്ലാത്ത. ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഓരോ കാലം ചെല്ലും തോറും ഒരു പുരുഷനെ വേണ്ട എന്ന് സ്ത്രീ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കാരണം ഇവന്മാരെ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് നമ്മുടെ പെൺപിള്ളേരെ പതുക്കെ ആലോചിക്കുന്നു. എനിക്കൊരു പേടിയുണ്ട്. കാരണം ഇവർ പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ജോലി ചെയ്യുന്നു, പിന്നെ വീട്ടിൽ അധ്വാനിച്ച് സമ്പാദിച്ചു കൊണ്ടുവന്നാൽ ഈ ഭർത്താവ് പറയുന്നതെല്ലാം കേൾക്കണം, അയാൾക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് ചീത്തയും ബഹളവും മഴക്കും. എന്തിനായി കല്യാണം കഴിക്കാൻ പോകുന്നത്? എനിക്ക് സ്വതന്ത്രമായിട്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ എന്ന് പിള്ളേർ ചിന്തിച്ചു തുടങ്ങി. യൂറോപ്പിലൊന്നും ഇപ്പോൾ കല്യാണം ആരും കഴിക്കാറില്ല.
അപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ടെസ്റ്റ് ട്യൂബ് വഴിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളും ആയിക്കോളും. അപ്പം എന്തിനാണ് ഒരാൾ പറയുന്നത് കേട്ട്? അപ്പോൾ എവ്രി വൺ വാണ്ട്സ് ഹിസ് ഫ്രീഡം. അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. ആരും അവരുടെ ആ സ്വകാര്യതയെ ഡിസ്റ്റർബ് ചെയ്യരുത്, ആരും അങ്ങോട്ട് കടന്നു കയറരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിള്ളേരുടെ റൂമിനകത്ത് അപ്പനന്മാർ കയറി കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ദേ ആർ ഓൾ സോ ഇൻഡിവിജ്വലിസ്റ്റിക്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമുണ്ട്. ആ ഭാഗം 5:22 5:22 ഇങ്ങനെ പറയുന്നു: ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ ഒരു വാക്യത്തിനകത്ത് നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പുരോഗമനപരമായ ഒരു വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഒരു മതമല്ല, ഇതൊരു ജീവിത രീതിയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ കർത്താവിനുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന, രാവിലെ എഴുന്നേക്കുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ. ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഓരോ നാട്ടിലും സംസ്കാരം അനുസരിച്ച് മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താഹാരം കഴിക്കണം എന്നുള്ള നിബന്ധനകളില്ല, മതപരമായ ആചാരങ്ങളില്ല. കല്യാണം എങ്ങനെ നടത്തണമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്ന് എഴുതിയിട്ടില്ല. ഞായറാഴ്ച കൂടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചെറിയ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കമാൻഡ്മെന്റും ഇല്ല. അത്ര ലിബറലാണ്. അതുമാത്രമല്ല, വിവാഹം കഴിച്ച സ്ത്രീയും പുരുഷനും, നമുക്കറിയാം ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് 2 പെൺപിള്ളേരാണെന്ന് വിചാരിച്ചോ. ഈ 2 പെൺപിള്ളേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിയുമ്പം അവരുടെ ആ 2 പിള്ളേരും പോയി. ആ 2 പിള്ളേരുടെ വീട്ടുപേര് മാറി, അഡ്രസ്സ് മാറി, അവർ വേറൊരു വീട്ടിലെ ആളുകളായി മാറി. ഇവരെ പറഞ്ഞു വിടാനുള്ള ചെലവ്, ഇവർ സമ്പാദിച്ചത് മുഴുവൻ ഈ 2 പിള്ളേർക്ക് വേണ്ടി പോയി. പിള്ളേരും ഇല്ല, പൈസയും ഇല്ല. അവസാനം കുഞ്ഞുമക്കളെ കാണണമെങ്കിൽ ഈ ഭർത്താവിൻ്റെ പെർമിഷൻ പോരാ, ഭർത്താവിൻ്റെ പേരൻസിൻ്റെ പെർമിഷൻ വേണം. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ ഇങ്ങനെയൊന്നുമില്ല. ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഭർത്താവും ഭാര്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലെ ആണ് ഭാര്യ ജീവിക്കേണ്ടതെന്ന് പോലും ബൈബിളിലില്ല. അങ്ങനെ പോലുമില്ല. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് അപ്പനെ അമ്മയും വിട്ട് അവിടെ ഒരു പുതിയ കുടുംബം തുടങ്ങുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും എല്ലാ കല്യാണത്തിനും പറയുന്നൊരു കാര്യമാണ്, ഒരു മകൾക്കും അവരുടെ അപ്പനന്മാരെ നഷ്ടപ്പെട്ടുകൂടാ. അവർക്ക് അവകാശമുണ്ട് അവരുടെ കൊച്ചുമക്കളെ പരിപാലിക്കാനും കാണാനും. അതുപോലെ നിങ്ങൾക്ക് 2 മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. 2 പേരെ ഒരുപോലെ സ്നേഹിക്കാനും നിങ്ങൾ കഴിയണം. ഞാനിപ്പോഴും ആലോചിക്കണം, എൻ്റെ വീട്ടിൽ ഞാൻ 5 ദിവസം പോയി നിന്നാൽ എൻ്റെ ഭാര്യയുടെ വീട്ടിലും പോയി ഞാൻ അത്ര എനിക്കതിനകത്ത് നാണമൊന്നുമില്ല. സ്നേഹിക്കാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നടക്കരുത്. നിങ്ങൾ കീഴടങ്ങിയാൽ മാത്രം മതി, അത് അവർ വായിച്ചോളും. അവരത് വായിച്ചേ പറ്റൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിവാഹത്തിന്റെ മനോഹരത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തതും എന്നും ചേർത്ത് നിർത്തേണ്ടതും അന്ത്യകാലം വരെയും കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തി വിശുദ്ധീകരണത്തിൽ നമ്മൾ കർത്താവിനെ കാണുന്നത് വരെയും ക്രിസ്തു ആരാണ് എന്ന് മെറിലിന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള കടമയാണ് ഇന്ന് കൈപിടിച്ച് ഏൽക്കുമ്പോൾ ഈ സോളമൻ ചെയ്യുന്നത്. ഐ വിൽ ഷോ ടു യു ഹൂ ക്രൈസ്റ്റ് ഈസ് ടു മീ. ക്രിസ്തു എനിക്ക് തലയായി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് ഒരു ഭർത്താവ് പറയുന്നത്. അതെത്ര മനോഹരമാണ്. കാരണം അതിനകത്തൊരു വിഷമമില്ല. കാരണം ഹീസ് നോട്ട് ദ അതോറിറ്റി, ഹീസ് ദ സെർവന്റ്. ആൻഡ് ടു സബ്മിറ്റ് ടു എ സെർവന്റ് ആൻഡ് ഇറ്റ്സ് ഈസിയർ. ലോകത്തിലുള്ള എല്ലാ വിവാഹങ്ങളും ഒരു വലിയ വിവാഹത്തിന്റെ നിഴലാണ്. കർത്താവ് സഭയെ സ്നേഹിച്ച സ്നേഹം അതൊരു വിവാഹത്തിലേക്ക് നയിക്കുന്ന സ്നേഹമാണ്. അതൊരു ശാരീരികമായ വിവാഹമല്ല. അതായത് ഭർത്താവുമായിട്ട് വന്ന് ഭാര്യയുമായി ഒരു ശാരീരിക ബന്ധം എന്നുള്ള രീതിയിലുള്ള വിവാഹമല്ല കർത്താവ് സഭയുമായിട്ടുള്ള ബന്ധം. അതൊരു മിസ്റ്റിക് റിലേഷൻഷിപ്പാണ്. ഭർത്താവ് എന്ന പോലെ അധികാരസ്ഥനും സ്നേഹിക്കുന്നവനും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവനും നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനുമായ ഒരു കർത്താവ് നമുക്കൊരു മണവാളനായിട്ടുണ്ട് എന്നും ഞാൻ ഒരു ദിവസം ആ വലിയ വിവാഹ പന്തലിൽ ഉണ്ടാകുമെന്നും സഭയായ മണവാട്ടി കർത്താവിനോട് എടുക്കപ്പെടുമ്പോൾ ഞാനും ആ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഈ വിവാഹം എല്ലാം സൂചിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. ആ ഒരു സത്യത്തിലേക്കും കൂടെ നിങ്ങൾ ഒരുങ്ങുമ്പോഴാണ് ശരിക്കും വിശുദ്ധ വിവാഹം എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന ഈ 2 മക്കളും ജീവിച്ച് തീരുന്ന കാലം വരെയും അവർ തമ്മിൽ ഇടർച്ച ഉണ്ടാകുവാൻ ഒരു ശബ്ദം പോലും നിങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാതെ, ഒരു ബന്ധങ്ങളിൽ നിന്നുണ്ടാകാതെ അവർ തമ്മിലുള്ള ഐക്യത്തെ ബലപ്പെടുത്തുവാനും ജീവിതകാലം മുഴുവൻ ഒന്നായിരിക്കുവാനും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ വിവാഹങ്ങളിൽ നമുക്ക് ദൈവം തന്ന വിവാഹങ്ങളിൽ പങ്കാളിയുമായിട്ടുള്ള ബന്ധം എന്താണ്, സ്നേഹം എന്താണ്, ക്ഷമിക്കപ്പെടാത്ത മേഖലകൾ എന്താണെന്ന് കണ്ടെത്തുകയും അവിടെയെല്ലാം ക്രിസ്തുവിന്റെ സമാധാനത്തോടെ ആത്മാവിന്റെ ബലത്തോടെ വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ സഭയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ആ മഹത്വമേറിയ കാഴ്ചയിലേക്ക് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും നടത്തട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവം ഈ രണ്ട് മക്കളെയും അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതകാലത്ത് കർത്താവിൻ്റെ സ്വർഗീയ സമ്പത്തുകൾ അനുഭവിക്കുവാൻ ദൈവം അവർക്ക് അനുഗ്രഹം കൊടുക്കട്ടെ. അതുപോലെ അവരുടെ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും, മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. സഭയ്ക്കും അവർ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.